ബക്കിംഗ്ഹാം കൊട്ടാരത്തേക്കാൾ മുറികളുള്ള 4000 മരത്തൂണുകളിൽ ഉറച്ചു നിൽക്കുന്ന ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഈ അത്ഭുത നിർമ്മിതി ഹാംബുർഗിൻ്റെ അഭിമാനമാണ്. വെറുമൊരു കെട്ടിടം എന്നതിലുപരി ഒരു നഗരത്തിൻ്റെ പോരാട്ടവീര്യത്തിൻ്റെ കഥ കൂടിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ജർമ്മനിയിലെ ഏറ്റവും മനോഹരമായ ഒരു നഗരത്തിലേക്കാണ്, ഹാംബുർഗ്. ഹാംബുർഗ് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന്, അതായത് ഹൗട്ട്ബാണഫിൽ നിന്ന് ഏകദേശം 15 മിനിറ്റ് നടന്ന് തിരക്കേറിയ ഷോപ്പിംഗ് തെരുവുകളിലൂടെ നീങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ണുകൾ ഉടക്കുന്നത് പച്ച കലർന്ന മേൽക്കൂരയുള്ള പ്രൗഢഗംഭീരമായ ഒരു കൊട്ടാരത്തിലാണ്. അതാണ് ഹാംബുർഗ് ടൗൺ അഥവാ റാത്തൗസ്. 1897 പണിതീർത്ത ഈ കെട്ടിടം കേവലം ഒരു സർക്കാർ ഓഫീസല്ല, മറിച്ച് ഹാംബുർഗിൻ്റെ അതിജീവനത്തിൻ്റെ അടയാളമാണ്. ഇതിൻ്റെ ചുമരുകളിൽ ജർമ്മൻ ചക്രവർത്തിമാരുടെ 20 പ്രതിമകൾ കാണാം. അതിൻ്റെ നടുവിലായി 112 മീറ്റർ ഉയരമുള്ള വലിയൊരു ഗോപുരമുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ തൂണുകൾക്കിടയിൽ സാധാരണക്കാരായ തൊഴിലാളികളുടെയും മീൻപിടുത്തക്കാരുടെയും ചെറിയ രൂപങ്ങളും കാണാം. ഹാംബുർഗിൻ്റെ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുത്തുന്നത് സാധാരണക്കാരാണെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. നിങ്ങൾക്കറിയാമോ, എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ അത്ഭുതം മണ്ണിലല്ല, മണ്ണിനടിയിലാണ്. ഹാംബുർഗിലെ ചതുപ്പ് നിലത്ത് ഈ ഭീമാകരമായ കെട്ടിടം ഉറപ്പിച്ചു നിർത്താൻ 4000-ലധികം ഓക്ക് മരത്തൂണുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളത്തിനടിയിലായതുകൊണ്ട് ഈ മരങ്ങൾ ഒരിക്കലും നശിക്കില്ല. മറ്റൊരു രസകരമായ കാര്യം, ലോകപ്രശസ്തമായ ബക്കിംഗ്ഹാം കൊട്ടാരത്തേക്കാൾ കൂടുതൽ മുറികൾ, ആകെ 647 മുറികൾ ഈ ടൗൺ ഹാളിനുള്ളിലുണ്ട് എന്നതാണ്. പലപ്പോഴും സന്ദർശകർക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ കാണാൻ കഴിയാറുള്ളൂ. റാത്തോസിനുള്ളിലെ പ്രധാന ഹാളിൻ്റെ മുകളിൽ ഒരു ഫീനിക്സ് പക്ഷിയുടെ ചിത്രം കാണാം. 1842-ലുണ്ടായ വലിയ തീപിടുത്തത്തിൽ പഴയ ടൗൺ ഹാൾ പൂർണ്ണമായി നശിച്ചുപോയിരുന്നു. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ ഹാംബുർഗ് നഗരം വീണ്ടും പണിതുയർത്തപ്പെട്ടു എന്നതിൻ്റെ പ്രതീകമാണിത്. ഇന്നും ഹാംബുർഗിലെ ഭരണപരമായ പ്രധാന കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെയാണ്. മേയറുടെ ഓഫീസും പാർലമെൻറ്റ് സഭയും ഇതിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. സെനറ്റ് ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകാതെ തന്നെ സംസാരിക്കാനും രഹസ്യ ചർച്ചകൾ നടത്താനും പ്രത്യേകം മറച്ചുവെച്ച വാതിലുകളുണ്ട്. ഭരണപരമായ കാര്യങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ പണ്ടിത് ഉപയോഗിച്ചിരുന്നു. റാത്തൗസിൽ ഒരു ഗോൾഡൻ ബുക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. ഹാംബുർഗ് സന്ദർശിക്കുന്ന ലോക നേതാക്കളും വിഖ്യാത വ്യക്തികളും ഇതിലാണ് ഒപ്പിടുന്നത്. ചക്രവർത്തിമാർ മുതൽ ദലാലായ്മയും ക്വീൻ എലിസബത്തും വരെ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ടൗൺ ഹാളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ജാക്കറ്റുകളും ബാഗുകളും സൂക്ഷിക്കാനുള്ള അവിടെയുള്ള മികച്ച ഹാങ്ങർ ക്ലോക്ക് റൂം സൗകര്യങ്ങൾ നമ്മുടെ യാത്ര കൂടുതൽ സുഗമമാക്കുന്നു. ഒരു ഗൈഡഡ് ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴോ സന്ദർശകർക്ക് വലിയ ആശ്വാസമാണ് അവിടുത്തെ ഹാങ്ങർ സൗകര്യം. കനത്ത കോട്ടുകളും ബാഗുകളും കയ്യിൽ പിടിക്കാതെ ഫ്രീ ആയി കെട്ടിടം കണ്ടു തീർക്കാൻ ഇത് സഹായിക്കും. സാധാരണ ഹാങ്ങറുകൾ പോലെയല്ല, വളരെ രാജകീയമായ രീതിയിലുള്ള വരാന്തകളിലാണ് ഇതൊരുക്കിയിരിക്കുന്നത്. സുരക്ഷാ ജീവനക്കാരുടെ മേൽനോട്ടത്തിൽ സാധനങ്ങൾ അവിടെ ഏൽപ്പിക്കാവുന്നതാണ്. റാത്തൗസിൻ്റെ നടുമുറ്റത്തേക്ക് കടന്നാൽ അവിടെ നമ്മളെ സ്വീകരിക്കുന്നത് ഹൈജീനിയ ഫൗണ്ടനാണ്. മധ്യഭാഗത്ത് ഗ്രീക്ക് പുരാണങ്ങളിലെ ആരോഗ്യത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും ദേവതയായ ഹൈജീനിയാണ്. കയ്യിലുള്ള ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1892-ൽ നഗരത്തെ പിടിച്ചുലച്ച കോളറ പകർച്ചവ്യാധിയെ അതിജീവനത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ആരോഗ്യ ദേവതയായ ഹൈജീനിയുടെ പേരിൽ ഈ ജലധാര നിർമ്മിച്ചത്. ഫൗണ്ടൻ്റെ മുകളിൽ ആരോഗ്യ ദേവതയായ ഹൈജീനി നിൽക്കുമ്പോൾ താഴെയായി 6 ചെറിയ പ്രതിമകൾ നമുക്ക് കാണാം. ഇവ ഹാംബുർഗുകാരുടെ ജീവിതത്തിലെ ജലത്തിൻ്റെ 6 പ്രധാന ഭാഗങ്ങളെയാണ് കാണിക്കുന്നത്. അതായത് ശുചിത്വം, മീൻപിടുത്തം, കൃഷി, വ്യവസായം, കപ്പൽ യാത്ര, ആരോഗ്യം എന്നിവ. വെള്ളം എങ്ങനെ ഒരു നഗരത്തെ ജീവസുറ്റതാക്കുന്നു എന്നതിൻ്റെ മനോഹരമായ ആവിഷ്കാരമാണിത്. ഇന്നും ടൗൺ ഹാളിനുള്ളിൽ സന്ദർശകർക്കായി ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാണ്. ജർമ്മനിയിലെ ടാപ്പ് വെള്ളം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ഒന്നാണ്. അത് ധൈര്യമായി കുടിക്കാവുന്നതുമാണ്. അവിടുത്തെ പ്രതിമകൾക്കും മേൽക്കൂരയ്ക്കും കാണുന്ന പച്ചനിറം പെയിൻ്റ് അടിച്ചതല്ല, മറിച്ച് വർഷങ്ങളായുള്ള ഓക്സിഡേഷൻ പ്രക്രിയയിലൂടെയാണ്. ഈ പ്രതിമകളും ടൗൺ ഹാളിൻ്റെ മേൽക്കൂരയും നിർമ്മിച്ചിരിക്കുന്നത് ചെമ്പ് അഥവാ കോപ്പർ ഉപയോഗിച്ചാണ്. പുതിയതായി നിർമ്മിക്കുമ്പോൾ ചെമ്പിന് തിളങ്ങുന്ന തവിട്ട് നിറമായിരിക്കും.
എന്നാൽ വർഷങ്ങളോളം വായുവിലെ ഓക്സിജനും ഈർപ്പവുമായും സമ്പർക്കം പുലർത്തുമ്പോൾ ചെമ്പിനു മുകളിൽ ഒരു രാസപ്രവർത്തനം നടക്കുന്നു. ഇതിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നു. ഈ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ചെമ്പിനു മുകളിൽ രൂപപ്പെടുന്ന സംരക്ഷണ പാളിയാണ് പാറ്റീന. ഇതാണ് പ്രതിമകൾക്ക് ആ മനോഹരമായ പച്ചനിറം നൽകുന്നത്. ഈ പച്ചപ്പാളി ഒരു കവചം പോലെ പ്രവർത്തിക്കുന്നു. ഇത് ലോഹത്തെ കൂടുതൽ നശിച്ചു പോകാതെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളോളം ഈ നിർമ്മിതികൾ കേടുകൂടാതെ നിലനിൽക്കും. ഇത് നഗരത്തിൻ്റെ പൈതൃകത്തിന് ഒരു പ്രത്യേക ചാരുത നൽകുന്നു. കലയും ഭരണനിർവഹണവും ഇത്ര മനോഹരമായി ഒത്തുചേരുന്ന മറ്റൊരു കെട്ടിടം കാണാൻ പ്രയാസമാണ്. ഈ കെട്ടിടം കേവലം ഒരു സർക്കാർ ഓഫീസല്ല, മറിച്ച് ഹാംബുർഗിൻ്റെ അതിജീവനത്തിൻ്റെ അടയാളമാണ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി റാത്ഹൗസ് സ്ക്വയറിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആ പ്രൗഢി വിവരിക്കാനാവില്ല. കെട്ടിടത്തിൻ്റെ പച്ചകലർന്ന മേൽക്കൂരയും കണ്ണഞ്ചിപ്പിക്കുന്ന കൊത്തുപണികളും ഓരോ സഞ്ചാരിയെയും ആകർഷിക്കും. സന്ദർശകർക്കായി ഇംഗ്ലീഷിലും ജർമ്മനിയിലുമുള്ള ഗൈഡഡ് ടൂറുകൾ അവിടെ ലഭ്യമാണ്. ഹാംബുർഗിൽ പോകുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വിസ്മയം തന്നെയാണ് ഈ റാത്ഹൗസ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺ. താങ്ക് യു. ബൈ ഫ്രം അകം, ജർമ്മനി.